ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷാസ് ജേണൽസ്. ഇന്ന് രാവിലെ അജുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള്. എടാ നമ്മൾ മുത്തല പോയാലോ എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഓക്കെ പറഞ്ഞു. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്പോട്ട് കൂടെയാണ്. അപ്പോൾ ഇതാ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് പോണേ, എന്താ കാര്യം, എങ്ങനെയാണ് ഡീറ്റെയിലൊക്കെ വണ്ടി കയറിയിട്ട് പറയാട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി യാത്ര പുറപ്പെട്ടു കേട്ടോ. നമ്മൾ അബ്ബാസിയിൽ നിന്ന് 46 കിലോമീറ്റർ ഉണ്ട് നമ്മൾ പോകുന്ന സ്പോട്ടിലോട്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുവൈത്തിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല നമുക്ക് പോയി കാണാൻ പറ്റുന്നത്. അപ്പോൾ ഉള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് കുവൈത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡെസേർട്ടിലേക്കാണ് ഈ പോകുന്നത്. മുത്തല റിഡ്ജ് എന്നാണ് കേട്ടോ ഈ സ്ഥലം അറിയപ്പെടുന്നത്. മുത്തല സഫാരി പോയിൻ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ കിട്ടും. അപ്പം ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മളും ലൊക്കേഷൻ ഇട്ടിട്ടാട്ടോ പോകുന്നത്. അപ്പം എന്തായാലും നമ്മൾ ഇഫ്താറിൻ്റെ മുന്നേ നമുക്ക് തിരിച്ചെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴി ഉണ്ടായ പ്ലാനായിരുന്നു ഇഫ്താർ നമുക്ക് അവിടെ കൂടാന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ജഹ്റയിലുള്ള ലുലുവിൽ കയറിയിട്ട് സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. സമ്മർ സ്റ്റാർട്ട് ആവാനായതുകൊണ്ട് തന്നെ ആ കൊടും തണുപ്പ് അങ്ങോട്ട് പോയി ചൂടിലോട്ട് കയറി തുടങ്ങിയായിരുന്നു. പക്ഷെ എന്നാലും ചെറിയൊരു തണുപ്പും ചൂടും കൂടെ ഉള്ളൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലുലുവിലോട്ട് കയറി. നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ലുലുവിൽ. നോമ്പ് തുറക്കാനായിട്ട് ആവശ്യമുള്ള കട്ട് ഫ്രൂട്ട്സും ചെറിയ ചെറിയ സ്നാക്സും കുറച്ച് ഫുഡ് ഐറ്റംസും ഡ്രിങ്ക്സും ഒക്കെ എടുത്തുട്ടെ ഞങ്ങൾ. പിന്നെ ഇതൊട്ടും പ്ലാൻ ചെയ്യാത്തൊരു പോക്കായതുകൊണ്ട് തന്നെ മുൻകൂട്ടി വീട്ടിൽ നിന്നൊന്നും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാനോ വേണ്ട സാധനങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കുറച്ച് പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ വാങ്ങിച്ച് അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് തിരിച്ചു. അപ്പം നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു കേട്ടോ. ഈ സൗദി അറേബ്യൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു ബോർഡർ ഏരിയയിലോട്ടാണ് പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 1:45 സമയത്താട്ടോ ഇറങ്ങിയത്. ഇപ്പം സമയം 3 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂറിൽ നമ്മൾ എത്തുമെന്ന് വിചാരിച്ച്. പക്ഷെ ഇതാ പോകുന്ന വഴിയൊക്കെ തെറ്റി. വഴിയിൽ കണ്ട ഒരാളോട് വഴിയൊക്കെ ചോദിച്ചു. പക്ഷെ അങ്ങേർക്ക് ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഈ വൈറ്റ് സംഭവം റഡാറാണെന്നാണ് തോന്നുന്നത്. ഇതാ ഏകദേശം നമ്മൾ മരുഭൂമിയിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒട്ടകങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുഞ്ഞു വണ്ടിയിൽ നിർത്തിയിട്ടുള്ള പെട്ടിക്കടകളും പിന്നെ കുറേ ക്യാമ്പ് ചെയ്യുന്ന സ്പോട്ടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തി തുടങ്ങിയിട്ടോ. ആ 2 സൈഡിലും ഭയങ്കര ഹൈറ്റിലും മൺകൂനകളൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ബഗ്ഗീസ് ഓടിച്ചിട്ടിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ബഗ്ഗീസ് റെൻറ്റിന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ മണിക്കൂറുകൾക്ക് 10 ദിനാർ 8 ദിനാർ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബഗ്ഗീസ് എടുത്തിട്ട് നമുക്ക് ഡെസേർട്ട് മൊത്തം കറങ്ങാം. ഞങ്ങളിതാ കുറച്ച് ഓഫ് റോഡൊക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടോപ്പിലെത്തിയപ്പം വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പാരെ കാറ്റായിരുന്നു. എൻ്റെ മുടി പറക്കുന്ന കണ്ടാൽ മനസ്സിലാവുമല്ലോ. നമ്മൾ കാറ്റിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ തെറിച്ച് പോകുന്ന ഒരു അത്രയും ശക്തിയിലായിരുന്നു കാറ്റുണ്ടായിരുന്നത്. മുകളിലെത്തിയപാടെ അമലേട്ടം കയറി നടക്കാൻ തുടങ്ങി കേട്ടോ. ഈ മൺകൂനകളൊക്കെ കയറി പോയി ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ അവിടെ അടിപൊളി സൺസെറ്റ് കിട്ടും കേട്ടോ. കുവൈത്തിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അടിപൊളിയായി ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ കുറേ ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അമലേട്ടൻ കയറി ഏകദേശം അങ്ങ് അറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലോങ് ആണ്. ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഞങ്ങൾക്ക് മതിയാവുന്നില്ല കേട്ടോ. അപ്പാരെ കാറ്റായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം ഫോട്ടോസൊക്കെ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. കുറേ ഇറങ്ങി കയറണം കേട്ടോ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ. ഇതുപോലെ മൺകൂനകളാണ് ഫുള്ള്. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാൻ. അങ്ങനെ ഞങ്ങൾ നടക്കുന്ന വഴി കണ്ടതാട്ടോ ഈ ഒട്ടകം ചത്ത് കിടക്കുന്നത്. ഏകദേശം സ്കിന്നൊക്കെ ദ്രവിച്ച് ബോൺസൊക്കെ പുറത്ത് കാണുന്നുണ്ട്. പല്ലും എല്ലുകളൊക്കെ വാരിയെല്ലുകളൊക്കെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നോക്കി നിന്ന് നമ്മൾ നടക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷേ കാറ്റിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ ബാക്കോട്ട് തന്നെ പോവാണ്. അപ്പാരെ കാറ്റായിരുന്നു. ചുറ്റുപാട് നോക്കിയാലും മരുഭൂമിയുടെ വിശാലമായിട്ടുള്ള മൺകൂനകളും ഇതുപോലത്തെ പാറക്കെട്ടുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. മാത്രമല്ല ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണൽക്കൂനകളും കൂടാണ് കേട്ടോ. ഹിസ്റ്ററിയിൽ പറയുന്നത് ഗൾഫ് വാറിൻ്റെ സമയത്ത് സൗദി അറേബ്യനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇറാഖ് സൈന്യം ബോംബ് നിക്ഷേപിക്കാൻ പോലും ഈ മണൽക്കൂനകൾ ലക്ഷ്യമാക്കിയിരുന്നുണ്ട് പോലും.
അങ്ങനെ യുദ്ധകാല സമയത്ത് ഇറാഖ് സൈന്യം ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് പോലും ആശയവിനിമയ ടവറായിട്ട് ഈ പാറക്കെട്ടുകളായിരുന്നു പോലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അങ്ങനെ അനുദ വിദൂരതയിലേക്ക് നടക്കുന്ന വേറെ രണ്ടാൾക്കാർ ഇവിടെ ചാടി ചാവാൻ പോകുന്നു. താഴെ ബഗീസ് ഓടിക്കുന്ന കുറേ ആൾക്കാർ. അങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് അപ്പുറത്ത് ഒരു ഒട്ടകവും കുതിരയും നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന് ആർമാദിക്കാൻ തുടങ്ങിയിട്ടോ, വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഞങ്ങളിതാ കുറേ ചാടിയിട്ടും മറിഞ്ഞിട്ടും ഓടിയിട്ടും ഒക്കെ കുറേ വീഡിയോസ് എടുത്ത് സ്കൈ ഒക്കെ മാറി തുടങ്ങാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഏകദേശം സൺസെറ്റിൻ്റെ സമയമായി തുടങ്ങിയിട്ടോ. സ്കൈയിലെ കളേഴ്സൊക്കെ വേരി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇഫ്താറിൻ്റെ സാധനങ്ങൾ ഇങ്ങോട്ട് എടുത്ത് ഇവിടെ വെച്ചിട്ട് കഴിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഒടുക്കത്തെ കാറ്റായതുകൊണ്ട് ഇരുന്ന് കഴിക്കാനും ഭയങ്കര പ്രയാസമായിരിക്കും. മാത്രമല്ല കാറ്റിൻ്റെ കൂടെ തന്നെ മണലുകളും കൂടെ അടിച്ച് കയറുന്നുണ്ട്. അപ്പം പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ വണ്ടീൻ്റെ അടുത്തേക്ക് പോകാനും ടാസ്ക് ആയിരിക്കും. അങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ കണ്ട ഒരു മലയും കൂടെ ഓടിച്ചാടി കയറി വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. അപാര കാറ്റും ഒരു എന്താ പറയുക ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന വഴി ഒട്ടകമൊക്കെ അവരെ സമയമായപ്പം അവരെ ഫാമിനെ ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതാ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും ഏകദേശം മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടോ. പെട്ടെന്ന് നോക്കുമ്പോൾ ആകാശത്തുനിന്ന് ആരോ ടോർച്ച് അടിക്കുന്ന ഫീൽ കേട്ടോ. അങ്ങനെ അത് കുറച്ച് നേരം നോക്കി നിന്ന് വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരത്തെ അടിപൊളി ഹൈക്കിങ്ങിന് ശേഷം ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തെത്തി. പിന്നെ നിതിനേട്ടൻ്റെയും രജീഷേട്ടൻ്റെയും വക ഡ്രിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വണ്ടിയിൽ തന്നെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അടിപൊളി ഡ്രിഫ്റ്റിങ്ങിനൊക്കെ ശേഷം ഞങ്ങൾ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഇഫ്താർ സെറ്റാക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഈ ചരിത്രങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന വിശാലമായിട്ടുള്ള മരുഭൂമിയുടെ ഒരു സ്പോട്ടിൽ ഞങ്ങളും ഇഫ്താർ സെറ്റാക്കാൻ തുടങ്ങി. സമയം 5:50 ഇവിടെ 6:02 ബാങ്ക്. അപ്പം ഞങ്ങളിതാ അവിടെ ഇഫ്താറിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റും മരുഭൂമിയിലെ വിശാലമായിട്ടുള്ള കാഴ്ചകളും അതിമനോഹരമായിട്ടുള്ള സൂര്യാസ്തമയവും കണ്ട് ഞങ്ങളും ഇവിടെ നോമ്പ് തുറന്നു കേട്ടോ. എന്നും തിരക്ക് പിടിച്ച സിറ്റി കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലത്തവർക്ക് മരുഭൂമിയിലെ ഈ ശാന്തമായ ഇഫ്താർ ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. ഇടയ്ക്ക് ഇതുപോലെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഗ്യാദർ ചെയ്യാനും അതുപോലെ അടിപൊളി ഹൈക്കിങ്ങിനും പറ്റിയൊരു സ്പോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് സൂര്യാസ്തമയമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് സ്നാക്കൊക്കെ ഒരുവിധം കഴിഞ്ഞു കിട്ടും. അങ്ങനെ ഞങ്ങൾ മെയിൻ ഫുഡിലേക്ക് കടന്ന് അപ്പോഴേക്ക് ഏകദേശം മേഘങ്ങളൊക്കെ മൂടാൻ തുടങ്ങി, മഴ ചാറി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടിയിൽ തന്നെ ഓടിക്കയറി പിന്നെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. നമ്മൾ നാട്ടിൽ കുറേ ബീച്ചിലൊക്കെ പോയിട്ട് ഇഫ്താറൊക്കെ കൂടാറുണ്ടായിരുന്നു. അതിന്ന് ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മരുഭൂമിയിലെ ഇഫ്താർ കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി യാത്രയും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഇഫ്താറും ഹൈക്കിങ്ങും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു നൈസ് ഈവനിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ പോപ്കോണൊക്കെ കഴിച്ച് ഏകദേശം വീട്ടിലോട്ട് എത്തിയിട്ടോ. ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. നിങ്ങളും കൂടെ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.